നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളത്തിൽ ശ്രദ്ധേയമായ സിനിമകളും കഥാപാത്രങ്ങളും ചെയ്ത് മുന്നേറുന്ന താരങ്ങളിൽ ഒരാളാണ് ഷൈൻ ടോം ചാക്കോ. അസിസ്റ്റന്റ് ഡയറക്ടറായി സിനിമയിലെത്തിയ താരം ചെറിയ ചെറിയ വേഷങ്ങളിലൂടെയാണ് അഭിനേതാവായും മുൻനിര നായകന്മാർക്കൊപ്പവും എത്തിയത്. പിന്നീട് നായകനായും സഹനടനായും വില്ലൻ വേഷങ്ങളിലുമൊക്കെ നിരവധി വേഷങ്ങളിലാണ് ഷൈൻ തിളങ്ങിയത്. സിനിമയ്ക്കകത്ത് അഭിനയം കൊണ്ട് വിസ്മയിപ്പിക്കുമ്പോൾ പുറത്തു പലപ്പോഴും വിവാദങ്ങളും രസകരമായ ചില പ്രതികരണങ്ങളുമാണ് ഷൈൻ ടോം ചാക്കോയെ ശ്രദ്ധേയനാക്കുന്നത്. അഭിമുഖത്തിലും മറ്റും അദ്ദേഹം ഇടപെടുന്ന രീതിയിൽ വിമർശനങ്ങൾ ഉണ്ടെങ്കിലും സിനിമയിലെ അഭിനയത്തിന്റെ കാര്യത്തിൽ ആർക്കും രണ്ട് അഭിപ്രായം ഉണ്ടാകാൻ വഴിയില്ല. ഇപ്പോഴിതാ നടൻ ഷൈൻ ടോം ചാക്കോ പ്രതിയായ ലഹരി മരുന്ന് കേസിൽ പോലീസിനും അന്വേഷണ സംഘത്തിനും തിരിച്ചടി. ഷൈൻ ടോം ചാക്കോ ലഹരി മരുന്ന് ഉപയോഗിച്ചതായി കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് ഫോറൻസിക്കിന്റെ റിപ്പോർട്ട് പുറത്തുവന്നു. ഇന്നലെയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവന്നത്. ഹോട്ടലിൽ മുറിയെടുത്ത് ഷൈനും സുഹൃത്തും ലഹരി ഉപയോഗിച്ചു എന്നാണ് കേസ്. ഡാൻസ് ഓഫ് പരിശോധനയ്ക്കിടെ ഷൈൻ ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയത് വിവാദമായിരുന്നു. നേരത്തെ ലഹരി വിരുദ്ധ സ്ക്വാഡ് ഹോട്ടലിൽ പരിശോധന നടത്തുന്നതിനിടെ ഷൈൻ ടോം ചാക്കോ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയത് വലിയ വാർത്തയായിരുന്നു. ഇത് ലഹരി ഉപയോഗിച്ചതുകൊണ്ടാണ് എന്നായിരുന്നു പോലീസിന്റെ വാദം. പിന്നാലെ പിടിയിലായ ഷൈനിനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ഷൈൻ അന്ന് ലഹരി ഉപയോഗിച്ചതിന് തെളിവില്ല. എന്നാൽ പുറത്തുവന്ന ഫോറൻസിക് ഫലം താരത്തിന് അനുകൂലമായതോടെ പോലീസിന്റെ ആരോപണങ്ങൾ ദുർബലമായിരിക്കുകയാണ്. മണിക്കൂറുകളോളം ചോദ്യം ചെയ്യലിന് വിധേയനായ ഷൈൻ താൻ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതേസമയം ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലും ഷൈൻ ടോം ചാക്കോയ്ക്ക് ബന്ധമില്ല എന്ന് എക്സൈസ് വ്യക്തമാക്കിയിരുന്നു. കേസിൽ അറസ്റ്റിലായ തസ്ലീമ സുൽത്താനുമായുള്ള സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്താനാണ് ഷൈനിനെ പോലീസ് ചോദ്യം ചെയ്തത്. ഏപ്രിലിൽ ആലപ്പുഴയിൽ നിന്നാണ് 2 കോടി രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവുമായി തസ്ലീമയെ അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ തസ്ലീമയുടെ ഭർത്താവും അറസ്റ്റിലായിരുന്നു. ഭർത്താവായ സുൽത്താന് ലഹരിക്കടത്തുമായി ബന്ധമുണ്ടെന്നും എക്സൈസ് കണ്ടെത്തിയിരുന്നു. സുൽത്താന് ചെന്നൈയിൽ മൊബൈൽ ഷോപ്പുണ്ടെന്നും ഇവിടേക്ക് സാധനങ്ങൾ കൊണ്ടുവരാൻ മലേഷ്യ അടക്കമുള്ള സ്ഥലങ്ങളിൽ സ്ഥിരം സന്ദർശിക്കാറുണ്ടെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു. സുൽത്താനാണ് ഹൈബ്രിഡ് കഞ്ചാവ് മലേഷ്യയിൽ നിന്ന് എത്തിച്ചതെന്നാണ് എക്സൈസ് നിഗമനം. 25 പേരുടെ മൊഴിയും എക്സൈസ് ശേഖരിച്ചിട്ടുണ്ട്. താൻ ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിക്കാറില്ല എന്നും തസ്ലീമയുമായി ലഹരി ഇടപാടില്ലെന്നും ഷൈൻ ടോം ചാക്കോ മുൻപ് മൊഴി നൽകിയിരുന്നു. അതേസമയം മോഡലായ തനൂജയുമായി പ്രണയത്തിലാണെന്ന് നടൻ ഷൈൻ ടോം ചാക്കോ മുൻപ് വെളിപ്പെടുത്തിയിരുന്നു. ഇവരുടെ വിവാഹ നിശ്ചയവും നടന്നിരുന്നു. എന്നാൽ പിന്നീട് ഇരുവരും വേർപിരിഞ്ഞതായുള്ള വാർത്തകൾ പുറത്തുവന്നു. പിന്നാലെ ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് ഷൈൻ ടോം ചാക്കോ തന്നെ രംഗത്തെത്തിയിരുന്നു. ജീവിതത്തിൽ വീണ്ടും സിംഗിൾ ആയെന്നും ഒരു റിലേഷനിലാകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുമെന്നും താരം മുൻപ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ആ ടോപ്പിക്ക് താൻ വിട്ടതാണെന്നായിരുന്നു തനൂജ നൽകിയ മറുപടി. അതേക്കുറിച്ച് കൂടുതലൊന്നും പറയാനുമില്ല. ആളുടേതായ വൈബിൽ പോകുന്നുണ്ട്. ഞാൻ എന്റെ കാര്യങ്ങൾ നോക്കിയും പോകുന്നു. നമ്മൾ വിശ്വസിച്ച് പലരെയും കൂടെ കൂട്ടും. അവസാനം അവർ നമ്മളെ ഇട്ടിട്ടു പോകും എന്നായിരുന്നു അന്ന് തനൂജ പറഞ്ഞിരുന്നത്. അടുത്തിടെ ഷൈൻ ടോം ചാക്കോ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെടുകയും പിതാവ് മരിക്കുകയും ചെയ്തിരുന്നു. അപകടത്തിൽ ഷൈനിന് പരിക്കേൽക്കുകയും ചെയ്തു. ഈ വേളയിൽ ഷൈനിനെ സന്ദർശിച്ചിരുന്നു എന്നും തനൂജ തുറന്നു പറഞ്ഞിരുന്നു. ഷൈൻ ചേട്ടനെ ഞാൻ ആശുപത്രിയിൽ പോയി കണ്ടിരുന്നുവെന്നും ഡാഡിയെയും പോയി കണ്ടു. ഷൈൻ ചേട്ടനെ കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് സംസാരിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ലായിരുന്നു. കുറച്ചു സമയം ഞാൻ അവിടെ ഇരുന്ന് സംസാരിച്ച ശേഷം തിരിച്ചു വന്നു. ഇപ്പോൾ ചേട്ടന് വന്ന മാറ്റം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ്. മാറ്റിയെടുക്കാൻ ഞാൻ കുറെ ട്രൈ ചെയ്തതാണ്. നല്ലൊരു തീരുമാനമാണ് ഇപ്പോൾ ചേട്ടൻ എടുത്തിരിക്കുന്നത് എന്നും തനൂജ വ്യക്തമാക്കിയിരുന്നു. You're watching me on metromatney.com. On metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.